കൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ അത് കുറെ പൈസ ഉണ്ടായാലൊന്നല്ല. ഒരുമിച്ച് യാത്ര ചെയ്യലും ഒരുമിച്ച് കിടക്കലും ഒക്കെ തന്നെയാണ്. ഒരിക്കലും മാറിക്കിടക്കരുതെന്ന് ഇമാം ഗസാലി പറഞ്ഞൊരു ചരിത്രമുണ്ട്. ഒരു ദിവസം മാറിക്കിടന്നാ പിന്നെ ഓളില്ലെങ്കിലും എനിക്ക് കിടക്കാൻ പറ്റുന്നു തോന്നരുത്, ഓനും തോന്നരുത്, അവക്കും തോന്നരുത്. ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ ശ്വാസമിടിപ്പിൽ എന്റെ ശ്വാസമുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം. ചാരക്കിടക്കുന്ന പെണ്ണില്ലെങ്കിൽ അത് എന്റെ മരണമാണെന്ന് തിരിച്ചറിയാൻ ഒരു ആണിന് പറ്റണം. അതറിഞ്ഞിട്ടുണ്ട് പല ആണുങ്ങളും. ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് വലിയ ബേജാറൊന്നുമില്ല. മൂന്നാമത്തെ ദിവസം നെഞ്ചുവേദന വന്ന അയാൾ നെഞ്ചു തടവിയിട്ട് ചോദിച്ചു, സുലൈഖ എനിക്ക് ശേഷം വെള്ളം വേണ്ടിയിരുന്നു എന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് സുലൈഖ മരിച്ചു വയ്ക്കുന്നു. പക്ഷെ അയാൾ അപ്പം മനസ്സിലാക്കിയത് എന്താ, ആ സമയത്ത് മരിച്ചത് സുലൈഖയല്ല, ഞാനാണ്. ഡൈനിങ് ഹാളിൽ ചെന്ന് ജഗ് എടുത്തു നോക്കുമ്പോൾ അതിൽ തുള്ളി വെള്ളമല്ല. അയാൾക്ക് മനസ്സിലായി, എന്നും രാത്രി വെള്ളം എടുത്ത് വെക്കുന്ന സുലൈഖയല്ല മരിച്ചത്, ആ വെള്ളം കുടിക്കേണ്ട ഞാനാ മരിച്ചത്. അവസാനം മക്കളെ വാതിലിൽ മുട്ടിയപ്പം വെറുപ്പോടെ വാതിൽ തുറന്ന മക്കൾ ചോദിച്ചു, വാപ്പ ഇങ്ങ് ഉറക്കൂല്ലേ എന്ന്. അയാൾ ഉറപ്പിച്ചു, മരിച്ചത് ഒരിക്കലും സുലൈഖയല്ലായിരുന്നു, മരിച്ചത് ഞാനായിരുന്നു. ആ തിരിച്ചറിവാണ് ദാമ്പത്യം, ആ ബോധമാണ് കുടുംബം.